പക്ഷെ ആ ചക്ക എങ്ങനെ ഉണ്ടാണാവോ? ഒരാള് നേരാക്കുക പൊന്നൂസ് തിന്നാണാ. പിന്നെ എങ്ങനെ ഇതുകൊണ്ട് അപ്പാപ്പി ഉണ്ടാക്കുക? ഇത് പെറിക്കാൻ കൂടാണ്ട് എങ്ങനെ അപ്പാപ്പി ഉണ്ടാക്കുക? ചന്തം തന്നെ ഉള്ളു. ചന്തം തന്നെ ഉള്ളു. ഒരു ചക്കയുടെ മധുരമൊന്നുമില്ല. മധുരവും മണമൊന്നും കാണാനില്ല. പൊന്നുഷാ, ചക്ക കഴിക്കുന്നത് മധുരണ്ടാ? ചക്ക കഴിക്കുന്നതൊക്കെ നല്ല തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ നല്ല ചക്കയാണെങ്കിൽ നേരാക്കാനൊരു സുഖം ഉണ്ടായിരുന്നു. നല്ല ചക്കയാണ്. വരും, നിങ്ങൾ വരും, നേരെയൊക്കെ നമുക്ക് കാണാൻ ചന്തണ്ടെന്നേ ഉള്ളൂ. തമാശല്ല, 3-4 നേരെ കണ്ടു വരും. നേരെ ആ സാധനത്തിനോട് ഇട് നോക്കുക. സ്പീഡിൽ നോക്കി കഴിഞ്ഞാൽ ഇന്നൊരു തീരുമാനമാക്കാം. ഇല്ല മനുഷ്യ, ഇത് കേടില്ല. ചക്ക കൊണ്ടില്ല, ആരും ഇല്ല. അല്ല, കോഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആള് കൂടിയായിരുന്നു. ഞാനപ്പോൾ ഞാനതിൽ പോയി വിളിച്ചിട്ട് ഇപ്പോൾ ആരും വന്നില്ല. സുകന്യാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നില്ല, അങ്ങോട്ട് തിന്നിട്ടാണ് ഇരിക്കണത്. കുട്ടിയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയിട്ടാണ് ഇരിക്കണത്. ഞാൻ തന്നെ വരാം, അല്ലാതെ ഇപ്പം എന്തായാലും പോരും പോരും. ഇന്നൊരു ചെയ്യണമെന്നൊന്നുമില്ലേ, ആര് ചെയ്താലും ചക്ക ചുള കിട്ടും. അങ്ങനെയാണോ? നിങ്ങൾ തന്നെ ചെയ്താൽ മതി, ചുള കിട്ടുമല്ലോ. എന്താണ് 4 പേർ നോക്കണത്? ആര് ചെയ്താലും അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പം എന്തിനാ ഞാൻ ചെയ്യണം? ഞാൻ ചെയ്തോളാം. ഏട്ടാ അവിടെ പോയിരുന്നോ? പൊന്നുഷാ, വായ നമുക്ക് കളിക്കുക. അവർ നേരാക്കട്ടെ. പന്ത് കളിച്ചാലോ? കഴിക്കാറാകുമ്പോൾ ഇനി അങ്ങനെ പറയാട്ടോ. പൊന്നൂസാ, അച്ഛൻ്റെ കൂടെ പോയിരിക്കും. വല്യമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയാലേ വല്യമ്മ കഴിക്കട്ടെ എന്നുള്ളത്. കഴിക്കുമ്പോൾ നിങ്ങൾ പോയി കളിച്ചോളൂ. അതുവരെ ഞങ്ങൾ കളിച്ചോളാം. കണ്ടോ ചക്ക ചോള എടുക്കാൻ വേണ്ടി വരുന്ന കണ്ടോ? കണ്ടാ? ഒന്നെടുത്തോ, മുഴുവൻ പെറുക്കണ്ട. എന്താ പോത്ത് വാരല്? മതി മതി. എന്തപ്പോ കഥ? അത് ശരി, മതി, വരും. പറിക്കേ. ചുള പറിക്കട്ടെ കേട്ടോ. 3-4 പറിക്കാണ്ട്. നോക്കിയാലോ? എന്ത് നോക്കണം? എന്താ ഞാൻ ചെയ്യ? എന്താ ചെയ്യണ്ട്? എന്താ ചെയ്യ സുകന്യേ? ഇനി ഇഷ്ടംപോലെ ചക്ക ഉണ്ടായില്ലേ. മതി കേട്ടോ, വാ. മതിയെങ്കിൽ മതി. സുകന്യെ എന്താ ചെയ്യണെന്ന് എല്ലാവരും പോയിട്ടോ. ലാസ്റ്റ് ഞാൻ മാത്രമായി. ചക്ക കുരു നോക്കിയൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കണം. ചക്കക്കുരു ഇതാണ്ടോ. ഏറ്റിയപ്പോൾ എന്താത്തൊരു പാൻറ്റും തൂക്കി പിടിച്ച് വരുന്നുണ്ടാവും. ഇതാരത്? അച്ചടെ എൻ്റെ തന്നെയാണോ? ഇത്ര വലിയ പാൻറ് ഇത്രയൊക്കെ മടക്കിയിട്ടും നിൽക്കാത്ത. അല്ലെങ്കിൽ അവൻ്റെ വേണ്ടല്ലോ. അങ്ങോട്ട് പോകുമ്പോഴും 2 എടുത്ത് തിന്നും, ഇങ്ങോട്ട് വരുമ്പോഴും 2 എടുത്ത് തിന്നും. ഇന്ന് കുട്ടികൾക്ക് ചോറ് വേണ്ടി വരില്ല. സുകന്യേ, ഈ കുരു ഒരിടത്തേക്ക് മാറ്റി വയ്ക്കണം. ഇനി 3 ചക്ക ഉണ്ട് കേട്ടോ. ഒരു ചക്ക ഒരാൾ കൊണ്ടുപോയി. ഇനി 3 ഉണ്ട്. ആദ്യം ഇത് കഴിയട്ടെ, എന്നിട്ടല്ലേ അത് എന്താ ഉണ്ടായും കൊണ്ടേ പറഞ്ഞ പോലെ. അല്ല, ഈ പ്ലാവിലെല്ലാം നല്ല ചക്ക ഉണ്ടാവും. പക്ഷെ ചക്ക നന്നല്ലാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നന്നല്ലാത്തല്ല, ഇത് അത്ര കനമൊക്കെ ഉണ്ട് കേട്ടോ. ചക്ക വറക്കാൻ മാത്രമേ ഇത് പറ്റൂ. പഴുത്ത ചക്ക സുഖമില്ലാത്ത ഇപ്രാവശ്യല്ലേ ചൂട് കാരണം, നല്ല ചൂട് കാരണല്ലേ നമ്മൾ ചക്ക വറക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നും ചെയ്തിട്ടില്ല. ചക്ക പുഴുക്കുണ്ടാക്കി. കണ്ടോ എൻ്റെ അമ്മ, ഈ കാല് കുറേ നേരം ഇരുന്നിട്ട് കാല് ധരിച്ചിട്ട് വയ്യ. ഇത്ര ഉണ്ടായിരുന്നല്ലേ നേരത്തെ? നിറയെ ഉണ്ടായിരുന്നു. പിന്നില് പോയിട്ട് കാലില് മാന്തിയ പേടിക്കാൻ. അമ്മോ, അവിടെ അല്ലേ റാക്കിൻ്റെ ഉള്ളിൽ ഇതുണ്ട്. ഇതെടുത്തിട്ട് വന്നാ. ഇതല്ലേ അടുപ്പിൽ വെച്ച് വേവിക്കുകയാണ് വേണ്ടത്. നമ്മളിപ്പോൾ അടുപ്പിൽ വെച്ച് വേവിക്കില്ല കേട്ടോ. അതിൽ ശർക്കര ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ട്
ബെല്ലം എടുത്തിട്ട് വരാനാ പറഞ്ഞത്. ബെല്ലം ഒരു കുക്കറും ഉണ്ട്, അത് എടുത്തിട്ട് പോയോ. കുഞ്ഞ് കുക്കറല്ല, വലിയ കുക്കർ വേണം. തേങ്ങ ചെറുവിത്തായോ? ചമ്മന്തി അരക്കണം. ഇന്ന് ഉച്ചക്കല്ല, ഇന്ന് രാത്രി ചമ്മന്തി കഞ്ഞിയാണ് കേട്ടോ. സുകന്യ ചമ്മന്തി കഞ്ഞി പറയുമ്പോൾ തന്നെ അയ്യോ പറയണു. ഞാൻ പോയിട്ട് വെള്ളം എടുത്തിട്ട് ഇനിയിപ്പോൾ ഞാൻ സാധനമായി. ഇന്നെന്നെ കടയിൽ കൊണ്ടുപോയി കൊടുത്താ ആരെങ്കിലും വാങ്ങച്ചാ രക്ഷപ്പെട്ടു. നിങ്ങൾക്കൊക്കെ ഇന്നിപ്പോൾ ചന്തം പറ്റാതെ ആയില്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സുന്ദരിയാണ്, കടന്നു പോയി കൈ. സുന്ദരനും സുന്ദരി ഓടി ഓടി ഓടി. അമ്മല്ലേ എന്താ ചെയ്യാന്നറിയോ? വേവിച്ചിട്ട് അതാ എന്താ അതാ തേങ്ങ, അതാ തേങ്ങ. പായസം വേണ്ട? എന്താ വേണ്ട? അമ്മ എന്താ വേവിച്ചിട്ട് ഈർക്കലുണ്ടാക്കിയിട്ടില്ലേ പാത്രത്തിലിട്ട് കുത്തി ഉടയ്ക്കും. അങ്ങനെ കേട്ടോ ചെയ്യുക. കുറേ പണിയെടുക്കണം അതിന് പക്ഷേ ഞാനില്ലേ ഇപ്പോൾ കുക്കറിലാണ്ട് ഉണ്ടാക്കും. കുക്കറിലാണ്ട് വേവിച്ച് വയ്ക്കും. എന്നിട്ട് ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യൽ. ഒരു പ്രാവശ്യം വീട്ടിലത്തെ അമ്മ വന്നപ്പോൾ പറഞ്ഞു, ഇതൊക്കെ അത് നല്ല പണിയാണ്. ഉച്ച വരെ അല്ലേ, രാവിലെ കണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉച്ച വരെ നമ്മൾ വരട്ടി നെയ്യിട്ടിട്ട് തന്നെ വരട്ടണം കുറച്ച് നമുക്ക്. അതിന് അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. നാളെ 2 ചക്ക നേരിക്ക് വെക്കണം, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇത് എന്താ കുട്ടികൾ ഞങ്ങൾ ചക്കപ്പൊക്കെ ഉണ്ടാക്കിയിട്ടോ 2 പ്രാവശ്യം അല്ലേ. മാമയുടെ നിന്ന് രാജുവിൻ്റെ വീട്ടിൽ നിന്ന് ചക്ക കിട്ടിയിട്ടുണ്ടാക്കിയില്ലേടി ചക്കപ്പം? ഈ ഉണ്ടായിരുന്നില്ലേ? പിന്നെന്താ അമ്മ ഇതിൻ്റെ അടപ്പും കൂടി എടുത്ത് പറഞ്ഞു അവിടെ നിന്ന്. അപ്പോൾ എന്താണെന്നറിയാം, ഇന്ന് തന്നെ ശരിയാക്കാൻ പറ്റും തോന്നുന്നില്ല. സമയം എന്തായാലും തോണ്ട് അതൊക്കെ നേരേക്ക് വെച്ച കുരുവാണ്, മറ്റേ കുരു. ഞാൻ അതപ്പോൾ വരാം. സൂന്യ, നമുക്ക് ചക്കക്കുരു ഓൺലൈനിൽ കച്ചവടം ചെയ്താലോ? ആരെങ്കിലും വാങ്ങുമോ? തോർത്തില്ലാണ്ട് ഇങ്ങോട്ട് പോര്. ചക്കക്കുരു കിട്ടാത്തവരുണ്ടാ ചിലപ്പോഴേ. അപ്പുറത്ത് കൂടെ പോ. മതി അമ്മു. ഇല്ല കേട്ടോ, അവൻ ട്രൗസർ ഇട്ടിട്ടില്ല. വരണ മുറ്റത്ത് നിന്നോ? വേണ്ട, ഇതൊന്നും പറയണ്ട. ചക്ക വലുതാവുമ്പോ നാണക്കട്. രണ്ടോടത്തും. ഇനി അമ്മൂന് ചക്ക ഇഷ്ടമല്ലാത്ത കൊണ്ടില്ലേ, അമ്മൂട്ടി പറയും ചക്ക വരട്ടിയിട്ട്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരട്ടിയിട്ട് ഞങ്ങൾ ഒരു ഡപ്പയിൽ ഇങ്ങനെ ആക്കി വെച്ചിരുന്നു കേട്ടോ. എനിക്കൊരു എങ്ങനെ പറയുക, എൻ്റെ അമ്മ പറയണ പോലെ എനിക്കൊരു തോന്നലങ്ങോട്ട് തുടങ്ങിയുണ്ടല്ലോ, ഞാൻ എല്ലാം ചെയ്യും. ചില സമയത്ത് എനിക്കൊരു മടി പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യില്ല. എത്ര വെള്ളം കുടിച്ചോലും മതിയില്ല. അങ്ങോട്ട് പോയി ഇടയ്ക്കൊക്കെ ഒരു അബദ്ധം പറ്റാതിരിക്കും. നിന്റെ ഇപ്പൊ ചെറിയ മോന്തൊക്കെ പോണ്ടതാണ്. അതിന്റെ മുകളിൽ വെള്ളം വെച്ചിട്ട് ഞാൻ എടുത്ത് വെക്കാം. ഞാൻ എടുക്കാം. എങ്ങനെയാ എടുക്കുക? എന്താ കുഞ്ഞ നീ എന്റെ ഇപ്പൊ റെഡി ചെയ്ത് മേത്ത് കൂടെ ഞാൻ ഉള്ളിക്ക് പോയത് എന്റെ മേത്തേക്കാണ് പറഞ്ഞ ചെന്ന്.
വെള്ളം അതിന്റെ മുകളിൽ വെള്ളം വെക്കരുത് കേട്ടോ. അതില് കുറച്ച് വട്ടുള്ള ചെമ്പിലോട് വെച്ചോ. എന്തിനാ ഇങ്ങനെ വെക്കുന്നത്? അതിൽ വെച്ചോ. ഓ കുഞ്ഞൻ പറയുന്ന നോക്കിയൊക്കെ ദൈവം കാത്തു അത്രേ. അത് ദൈവം കാത്ത തന്നെ ഇപ്പൊ 2 നാഴിയാണെങ്കിലും വേണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്ക് ഫുള്ള് തന്നെ. അത് പണ്ട് ആരും മേടിക്കാലും അത് അങ്ങോട്ട് നീങ്ങിയത് പൂസില്ല. ഞാനത് കാലിക്ക് ചൂടായിട്ട് ഇങ്ങനെ വേഗം ഇതാക്കി അപ്പക്ക് ഇങ്ങോട്ട് പോന്നു. ഏത് കുഞ്ഞം അമ്മ പറയാണ് അമ്മടെ മേലൊക്കെ ഇപ്പൊ പൊള്ളി പോയേനേന്ന്. ചൂട് കൈ കൂടെ ഒക്കെ ഇതുണ്ടോ? എന്തോ ഞാൻ പൊട്ടും പൊട്ടല്ലേ സംഭവം. അത് മാത്രമാണ് വലിയ പ്രശ്നം ഉണ്ടാവില്ലേ? അത് മാത്രമാകുമ്പോ കുഴപ്പമില്ല. ഇനിയില്ലേ ചെറിയ ചെമ്പ് അതിലും വലിയ ചെമ്പ് ഇതിലും കത്തും. അത് 2 ദിവസം അത് സാരില്ല. അതില് ചെയ്താ മതി. ഞാന് എന്താ പറയാ ഞാൻ അതിലല്ലേ കൂട്ടാൻ വെച്ചിരുന്നത്. ഒരു കുഴപ്പമില്ല. അത് നിനക്ക് തോന്നുന്നടി പണ്ണേ. അത് വിറക് അങ്ങോട്ടിട്ട് അത് അവർക്കില്ലേ ഉപയോഗിച്ച് നോക്കാത്ത കൊണ്ടാണ്. അത് നോക്കിയൊക്കെ സുകന്യെ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന അടുപ്പ് ആ അടുപ്പാണ്. ആ ചെറിയ അടുപ്പ്. എത്രയോ വീഡിയോയിൽ നോക്കിയൊക്കെ ആ അടുപ്പിലാണ് ചോറും കൂട്ടാനും വെച്ചിരുന്നത്. പിന്നെ ജനസംഖ്യ കൂടിയപ്പോ ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാർ കൂടിയ സമയത്ത് ഇതിന് ചോറും വെക്കും, അതിന് എന്താ കൂട്ടാനും വെക്കും കേട്ടോ. അതേപോലെ അമ്മല്ലേ ഇത് അമ്മ എന്താ തീ പിടിപ്പിക്കുമ്പോ പറയും ഇത് തീ കത്തണേ ഇല്ല, ഇത് തീ കത്തണേ ഇല്ല അവർ കേട്ടോ. സുഗരി നിനക്ക് ഓർത്തിട്ടില്ലേ? എടി പെണ്ണെ അമ്മ ചെയ്യില്ലേ ഇത് തീ കത്തണേ ഇല്ല, തീ കത്തണേ ഇല്ല പറയും. അപ്പൊ ഞാൻ പറയും ഞാൻ വന്നിട്ട് കുറച്ച് വിറകിട്ടിട്ട് തീ കത്തിക്കാന്ന് വെച്ചാൽ വേഗം കത്തും. അമ്മ എന്തായിട്ടെന്നറിയോ തോനെ വിറകങ്ങോട്ട് കുത്തിത്തിരിക്കും. അമ്മയ്ക്കില്ലേ അടുപ്പിൽ തോനെ വിറക് വെക്കണം. കുറ്റം പറയല്ലോ കേട്ടോ, അത് അങ്ങനെ ശീലാണ്. ഞാൻ ചോറ് തിളച്ച് കഴിഞ്ഞാൽ ചകിരി ഇടും. ചോറ് തിളച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൈകാരൻ നോക്കിക്കോ തിരക്കൂട്ടിട്ട്. എന്റെ കൈക്കാണ് ഇതായത്. ഏട്ടൻ പറയുന്നത് നിന്നെ പറയുന്നുണ്ടോ? സ്നേഹം കണ്ടോ ഏട്ടന്റെ? അത് സ്നേഹം കണ്ടോ പറഞ്ഞു. അത് കലത്തിലവിടെ വെച്ച സുകന്യ അതുകൊണ്ട് പറഞ്ഞു. അത് ഇപ്പൊ പറ്റേണ്ടത് പറ്റി. ഇനി നാളത്തെ കാര്യം നോക്കാൻ പറ്റുമോ? നാളെ ചെയ്യുമ്പോ ശ്രദ്ധിക്കുന്ന പറയുന്നത്. വരട്ടി വെക്കാനൊന്നും നടക്കില്ല എന്നിപ്പോന്ന്. സുകന്യേ കുക്കറിൽ വേവിച്ചിട്ടില്ലേ? ആവി കളഞ്ഞിട്ട് കുക്കറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. നാളെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നാളെ അതൊരു വീഡിയോ ആക്കിയിട്ട് കാണിച്ചു തരാവേ അല്ലേ? എന്തെങ്കിലും ഉണ്ടാക്കും വേണ്ടേ? നാളെ പഴുത്ത ചക്ക ഇട്ടിട്ടില്ലേ വെറുതെ പച്ചരി ഇട്ടിട്ട് പായസം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഞാനേ ഇതാണ്ടോ 3 എണ്ണം ഉണ്ട്. അതിൻ്റെ ആ ഇതില്ലേ മുറത്തിലിടടി സു. ഇത് കുരു ഇനി ആ മുറം പോയ പിന്നെ വേറെ മുറം കിട്ടണമെങ്കിലേ ആ കച്ചവടക്കാരത്ത് കൂടെ വരണം കേട്ടോ. ഇന്നത്തെ മുറം കിട്ടും. ഇതിനിടയ്ക്ക് ഒരു ദിവസം വന്നായിരുന്നു. വീട്ടിലത്തെ അമ്മ നാള് വന്നപ്പോ പറഞ്ഞു അരി ചേറാനൊരു മുറല്ല ഇവിടെ ഒക്കെ ഇതിന്റെ സൈഡിൽ കൂടെ ആയിന്ന്. റേഷൻ കടയത്തെ അരിയിൽ ഇപ്പൊ കണ്ടില്ലേ ഒരു വെള്ള സാധനം നീണ്ടിട്ട് അരി പോലെ. അതെന്താ ആ സാധനം കണ്ടു കഴിഞ്ഞാൽ ഞാനില്ലേ ഫുള്ള് പെറുക്കി കളയും. എനിക്ക് ആ അരി അത് കാണുന്നത് ഇഷ്ടമല്ലത്. അത് ആൾക്കാർ പറയും, അടുത്ത വീട്ടുകാർ പറയും അത് കളയാൻ പാടില്ല, പ്രസ് ചെയ്യാൻ നല്ലതാണെന്ന്. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, അത് നമുക്കാണെങ്കിൽ തെറ്റിദ്ധാരണകളെ വരുള്ളൂ, നല്ല ധാരണകൾ വരില്ല കേട്ടോ. കുരുകൾ എന്താണെന്നറിയോ? ചക്കക്കുരു ഉപ്പേരി വെക്കാനാട്ടോ. ചക്കക്കുരും കൊത്തമരയ്ക്ക, ചക്കക്കുരു പയറ് ഇട്ടിട്ട് ഉപ്പേരി വെച്ചാൽ നല്ല രസമാണ്. ചില ആൾക്കാർ പറയും എന്ത് ഗ്യാസാണ് അത് തിന്നാൻ പോലെ, ക്യാൻസറിനും കൂടി നല്ലതാ അത്ര. ക്യാൻസറുള്ള ആൾക്കാരൊക്കെ പറയില്ലേ. പിന്നെ ചക്കക്കുരും കൊണ്ട് പായസം വെച്ചാൽ അടിപൊളിയാണ്. ലഡ്ഡു ഉണ്ടാക്കിയാലും അടിപൊളിയാണ് അല്ലേ? അതിന് വെളുത്തുള്ളിയൊക്കെ കഴിച്ചാൽ മതി. ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഇത് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളുത്തുള്ളി കൂട്ടില്ലേ. നമ്മുടെ ആൾക്കാർ ഇത് വേണ്ട പറഞ്ഞിട്ട് കളയും. ചില ആൾക്കാർ ഇത് പൈസ കൊടുത്തിട്ട് വാങ്ങും. എന്തേ ചീടല്ലേ അത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ 1-2 ഞാൻ തല്ലിക്കൊന്നു. അത് ചെറിയൊരു സാധനം. പക്ഷേ അതിൻ്റെ സൗണ്ട് ചില്ലറയല്ല. കിരി 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 കിരി.
അത് നല്ല ചക്കയാണ്. ചോള പറിച്ച് തിന്നോ. അത് പഴുപ്പ് കുറച്ച് കൂടിപ്പോയി. പക്ഷെ അത് നല്ല മധുരമുണ്ട് അല്ലേ? അല്ലേ? ഇവിടെ വായ ചോള പറിച്ച് തരാം. എന്താ കുഞ്ഞുണ്ണി? ആ ഒന്ന് എടുക്കാൻ വയ്യെങ്കിൽ അവിടെ തിന്നണ്ട. ഇന്നലെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അളവുകൾ പറഞ്ഞു തരുമോ ചോദിച്ചിട്ട് കുറേ പേര് വീഡിയോയിൽ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അളവുകൾ എന്താ വെച്ചാൽ ഞങ്ങൾ ഇല്ലേ 3 കിലോ അരിയും കൊണ്ടാട്ടോ ഉണ്ടാക്കിയത്. ചിലപ്പോൾ ചെറിയ കുടുംബങ്ങൾക്കൊക്കെ അത്ര ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ? ഇനി പറഞ്ഞു തരാം കേട്ടോ ഞാൻ ചെയ്യണതിൻ്റെ അനുസരിച്ചിട്ടുള്ള നാളെ കുഴിമന്തി ഉണ്ടാക്കിയപ്പോഴും പറഞ്ഞു പ്രസി കുഴിമന്തി ഉണ്ടാക്കണതിൻ്റെയും വീഡിയോ ഇതായിട്ട് കാണിക്കുമോ എന്നുള്ളത്. അങ്ങനെ കാണിക്കുക. അതിൽ നിങ്ങൾ കുഴിമന്തി കഴിച്ചിട്ടുണ്ടോ ചോദിച്ചിരുന്നു. ഞാൻ കുഴിമന്തി കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കുഴിമന്തി നന്നായിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ ഞാൻ കുഴിമന്തി ഉണ്ടാക്കിയ. ഇല്ലേ? നിങ്ങളെന്താ ആരും ഒന്നും പറയാത്തത്? അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ പറയും സ്വയം പൊക്കിയെന്ന് പറയുമല്ലോ. സ്വയം പൊക്കിയിട്ടല്ല കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. എത്രയോ വീഡിയോയിൽ കണ്ടിട്ടില്ലേ പിസ്സ. അതും ഉണ്ടാക്കണം കേട്ടോ. അത് എൻ്റെ അമ്മ കുറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട്. പപ്സ് ഉണ്ടാക്കാൻ സുഖമാണ്. അത് കൊറോണ സമയത്തൊക്കെ നമ്മൾ പരീക്ഷിച്ച് പോയത്. കൊറോണ ആടി നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കളിയാക്കാലോ. അമ്മുട്ടി ഉണ്ടാക്കും കേട്ടോ. അവൾ കുറേ ദിവസമായി പറയുന്നു അമ്മ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും. ഇനി നമ്മുടെ ഭാവിയിൽ അമ്മു അച്ഛനും ഒക്കെ തന്നെയല്ലേ ഉണ്ടാക്കി പഠിക്കേണ്ടത്. സുകന്യയും എനിക്ക് വയസ്സായി, എന്നെ കൊണ്ടൊന്നിനും വയ്യ. എന്തൊന്നും മിണ്ടാത്ത്? 10 നീ ഷെഫ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ നിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാക്കി കഴിച്ചിട്ടോ. പക്ഷെ സത്യം പറയാലോ അമ്മൊക്കെ ഉണ്ടാക്കി അടിപൊളിയാണ്. സുകന്യല്ലേ ശ്രദ്ധിക്കാത്ത കൊണ്ട് കേട്ടോ. സുകന്യ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സുകന്യ ഉണ്ടാക്കും. അതിനെന്താണെന്നറിയോ? സുകന്യക്ക് ശ്രദ്ധയില്ല, മടി നല്ല രീതിയിൽ. എന്തിനാടാ എന്റെ കുട്ടീനെ വീർത്തി അടിക്കുന്നത്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയും ചെയ്യുന്നൊരു സുകന്യാണ് കേട്ടോ. ഇപ്പം രാവിലെ ചോറ് വയ്ക്കും, ചായ വയ്ക്കും. അത് സുകന്യയുടെ പണിയാണ്. ഓൺ ദ ഡ്യൂട്ടി. ഞാൻ അത് കഴിഞ്ഞിട്ടേ ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ. അവളുടെ ചോറ് അടുപ്പത്ത് വെച്ച് തിളയ്ക്കുമ്പോഴാണ് ഞാൻ വരുള്ളൂ. അവൾക്ക് രാവിലെ ചോറ് വയ്ക്കൽ, വൈകുന്നേരത്ത് ചോറ് വയ്ക്കൽ, ഇതൊക്കെ സുകന്യക്ക് ഞാൻ വിട്ടുകൊടുത്തു. കൂട്ടാൻ വയ്ക്കലും ഉപ്പേരി വയ്ക്കലും പലഹാരം ഉണ്ടാക്കലൊക്കെ ഞാൻ ഏറ്റെടുത്തു. ചോറ് ഞാൻ വെക്കില്ല. ചോറ് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ചില സമയത്ത് അവൾക്കൊരു അന്തം വരില്ല. എടുത്തപ്പോൾ അത് വെന്തക്കണോ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഇന്നലെ നീ എങ്ങനെ വേവിച്ച് ഇന്നലെ എൻ്റെ മൂത്ത മകളല്ലേ, അതുകൊണ്ടാണ് അന്തം വിടലേ. നീ രണ്ടാമത്തെ മകള്, അവൾ മൂത്ത മകള്. ഇന്ന് ഇങ്ങനെ പിടിക്കണ എന്താണെന്നറിയോ? കൊതു അടിച്ച് ആടി. അത് നീ അറിഞ്ഞില്ല? ദാ ഇത്രയും കുരുക്കളുണ്ട്. ഒറ്റച്ചട്ടി ഗുരുക്കളുണ്ട് അറിയാം. നാളെ ഉപ്പേരി ഉണ്ടാക്കാനില്ലേ? അവിടുന്ന് മുട്ടക്രോസ് എടുത്തിട്ട് വരണം കേട്ടോ സുകന്യ. നല്ല ഉറുമ്പ് വരുന്ന സുകന്യ മുഴുവൻ വൃത്തിയാക്കുക, അല്ലെങ്കിൽ രാവിലെ കൂടെ ഇറങ്ങാൻ പറ്റില്ല. അവിടെ കണ്ടില്ലേ? ഇതൊന്നും ഇല്ലാണ്ട് തന്നെ അവിടെ ഉറുമ്പ് പോത്തുന്നു. എന്താണാവേ? പുതിയ വീട്ടിൽ ചില വീടുകൾ കൂടെ ഉറുമ്പ് പോത്തുത്ര. എന്താ വേണ്ട പിന്നെ? ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിട്ട് വന്നോളൂ. അന്ന് അവരാ 2 ബ്രെഡ് തന്നെ പോകും. ഉച്ച വരെ 2 ബ്രെഡിലിരിക്കേണ്ടി വരും. എന്തെങ്കിലും തിന്നട്ടെ, ഇല്ലെങ്കിൽ ചിലപ്പോ തിന്നാതെ പോവും. നീർദോശ ഉണ്ടാക്കാം. രാവിലെ ചോറ് കൊണ്ടുപോകണം, പലഹാരം ഉണ്ടാക്കണം. ഇവരുടെ പിന്നാലെ രാവിലെ ഓടണം. അതല്ല രസം. 8 മണിയാകുമ്പോൾ 8:30 അമ്മൻ്റെ ചോറാക്കില്ലേ, അതുവരെ എങ്ങനെയാണെന്നറിയോ? അത് ഈ രീതിയിൽ നടക്കും. എന്നിട്ട് ആ സമയമായി കഴിഞ്ഞു വെച്ചാൽ അമ്മൻ്റെ ചോറാക്കിയിട്ടില്ലമ്മ, അമ്മൻ്റെ വെള്ളമാക്കിയിട്ടില്ലമ്മ. ഇതൊക്കെ എന്താ അവരവരാണ്ടാക്കേണ്ടതാണ്. ഞങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല ആക്കിത്തരാൻ. നിങ്ങൾക്കിപ്പോൾ ഇങ്ങടെ 4 ഭാഗത്ത് കൂടെ നടന്നിട്ട് ഓരോന്ന് ചെയ്തു തരുന്നില്ലേ? അതന്നെ. വലുതായി കഴിഞ്ഞാൽ, കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണം. വലുതായിട്ട്
വലുതായ എൻ്റെ അടുത്ത് ചോദിക്കില്ല നിങ്ങൾ ചോദിക്ക് സന്തോഷം. തേങ്ങച്ചമ്മന്തി എന്ത് കാണിക്കണ്ട്? കഞ്ഞി കുടിക്കണ്ടേ? ചൂടുള്ള മട്ടേരിയുടെ കഞ്ഞി, തേങ്ങച്ചമ്മന്തി, ചുട്ട പപ്പടം. വാവ് പറയേ. കഞ്ഞി എന്താണ് എൻ്റെ കൈ നീറിയിട്ട് നേരത്തെ ഇതായില്ല കേട്ടോ. ഇതില്ലേ എരിവ് കമ്മിയുള്ള മുളകാണ്. പിന്നെ കുറച്ച് ചൊടി വേണ്ടേ? എന്താണ് അടി ഉണ്ടാക്കുന്നത്? ചക്ക ദാ വെന്തിരിക്കണം കേട്ടോ. ഉപ്പ് 2 ചെറിയ ഉള്ളിയും കൂടി കൂട്ടിയിട്ട് നമുക്കൊന്ന് ചമ്മന്തി അരക്കട്ടെ. പിന്നെ ഇതാ ഒരു പാക്കറ്റ് പപ്പടം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വറുത്താൽ മതി പറഞ്ഞു. പൊട്ടിച്ച് വറുത്ത് കഴിഞ്ഞ് വെച്ചാൽ അത്രയും സന്തോഷം. ചമ്മന്തി കേട്ടോ, വെള്ളച്ചമ്മന്തി. നമ്മുടെ ഫോൺ ആ വീഡിയോ കണ്ടിട്ട് എങ്ങനെയും ഒരു കരപ്പറ്റട്ടെ. വെള്ളച്ചമ്മന്തി ഇതാ കുഞ്ഞനെ വീഡിയോ കണ്ടിട്ട് എങ്ങനെയൊന്നും രക്ഷപ്പെട്ടെ. കേട്ടോ ചക്ക നിങ്ങൾ 3-4 കാണിക്കുന്നേ. ആ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ഒരു വടി എടുക്ക് ബിരുദ വടി കൊണ്ട് വർത്താനം പറഞ്ഞാൽ ശരിയാവും. ഇനി ചക്ക കാണിക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ വേവിച്ചതേ ശർക്കര ഇട്ടല്ലേ പൊക്കയ്ക്ക് വളം തേച്ചോ കണ്ടോ. അയ്യോക്ക് കഞ്ഞി മതി. അമ്മൂന് കഞ്ഞി. നീ ചെറിയ മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞല്ലേ ഇവിടെ കഞ്ഞിയ ഇഷ്ടം കേട്ടാ. നിങ്ങളിങ്ങനെ പറയില്ലേ, എനിക്ക് എന്താ ഏതെങ്കിലും സമയത്ത് ടെൻഷനൊക്കെ ഉണ്ട് കയറിയല്ലേ ഫോണിന് കുത്തിയുണ്ട്. എനിക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ ടെൻഷൻ കയറി കഴിഞ്ഞു വെച്ചാൽ, അല്ലെങ്കിൽ എന്താ അനിയേട്ട വീട്ടിലേക്ക് വരാൻ വഴി കഴിഞ്ഞാലൊക്കെ ഭയങ്കര ഇടങ്ങാറാണ്. എൻ്റെ അമ്മ വരുന്ന വരെ ഞാൻ കണ്ണ് മിഴിച്ച് കിടക്കും. ഞാനൊന്നും മേടിക്കില്ല. ഞാനിങ്ങനെ നോക്കിയിട്ട് ഇവിടെ ഏട്ടൻ്റെ അമ്മയാണ് പറയുക, അവൻ വരും നീ ഉറങ്ങിക്കോ പറയും. പക്ഷെ എനിക്ക് ഉറക്കം വരണ്ടേ. എനിക്ക് അവർ വന്നു കഴിഞ്ഞിട്ടില്ലേ ഒന്ന് എന്താ വന്നാലേ ഉറക്കം വരുള്ളൂ. അതെൻ്റെ അമ്മയാണ് പറയുക. മക്കൾ പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അറിയുന്ന പോലെയാണ്. നല്ല പപ്പടം ഇതില്ലേ. കഞ്ഞിയും ചമ്മന്തിയും പപ്പടം വരച്ചതും മാങ്ങപ്പിലിട്ടതും പാടെ കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കാൻ നല്ലതല്ലേ അല്ലേ? കുട്ടികൾക്ക് എന്താ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് അത് ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മളുണ്ടാക്കും. അവർ വയറ് നിറച്ച് കഴിക്കും. അത് ഏട്ടനതില്ലേ ശീലാഭാത്തം കൊണ്ടാണ്. ഇപ്പോൾ ഇവർക്കൊക്കെ ഇത് ഇങ്ങനെ കൊടുത്ത് ശീലമായിട്ട് ഇതിൻ്റെ ഒരു ഇത് കാണാനല്ല, കൊടുത്ത് ശീലമായത് കൊണ്ട് ഇവർക്ക് ഇഷ്ടം കേട്ടോ. കൂട്ടാൻ വെക്കിനേക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെ കഞ്ഞി കൊടുക്കുന്നതാണ്. രാവിലെ എന്ന് വെച്ചാലും കഞ്ഞിയും തേങ്ങ സംബന്ധി നമ്മുടെ കിച്ചൂട്ടിന് കാണേണ്ട താമസമില്ല. നാളെ എന്താ ഉണ്ടാക്കണ്ടേ? എന്ത് നാളെ ബ്രെഡൊന്നും രാവിലെ തിന്നാൻ പാടില്ല. ഏയ് അതൊക്കെ ഇതിനുള്ള അവിടെ എടുത്തേച്ച് രാവിലെ ഇല്ലേ. അപ്പൊ രാവിലെ തിന്നോളും. രാവിലെ തിന്നാൻ തന്നെ വാങ്ങിച്ചിട്ടുണ്ടേ. ഇപ്പൊ തിന്നണ്ട. ഇപ്പൊ തിന്നു കഴിഞ്ഞാൽ രാവിലെ തിന്നുണ്ടാവില്ല. ഞാൻ പഠിച്ചു എവിടെന്തൊക്കെയോ ഭാഷ പഠിച്ചു അംഗനവാടി പോയപ്പോഴേക്ക്. മച്ചാന് ഇളയമ്മ, എന്താണ് ഇളയമ്മ ചെറിയ കുഞ്ഞമ്മ, പുതിയ ഭാഷകളാണ്. കട്ടൻ എന്ന് പറയുമ്പോ കട്ടൻ ചായ ആയിരുന്നല്ലോ. എന്ത് പറ്റി?
എന്തേ അപ്പൊ ഇന്നെന്ത് പറ്റി നാളെ മുതലേക്ക്? എനിക്ക് കട്ടൻ മതി കേട്ടോ. അമ്മൂട്ടിക്കും കട്ടൻ മതി, ഇക്കും കട്ടൻ മതി. ഇജ്ജ് ഒരു പറ കട്ടൻ വെച്ച് വെക്കും. അതിപ്പോ എല്ലാരും കുടിപ്പിക്കാൻ നിക്കപ്പ ഒരു പാൽ ചായ കിട്ടാണ്ട് കഞ്ഞിയെടുക്ക് മതി. പപ്പടം കാച്ചി വെച്ച എന്താ നീ അതിന്റെ ഇടയിൽ തന്നെ കഞ്ഞി വിളമ്പ്? എല്ലാരും കഞ്ഞിക്ക് വെക്കുക. കഞ്ഞി വിളമ്പാൻ പറയുന്നത് എന്താ പറയാ, പപ്പടം കാച്ചി നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞു വെച്ചാലേ പപ്പടം ഉണ്ടാവില്ല. പപ്പടം കാച്ചിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. പിന്നെ അപ്പൊ ഞാൻ എന്താ കേട്ടെന്നറിയോ, ഇപ്പൊ കാച്ചിട്ട് ഇത്രയും പറയില്ല, ഇനി വലിയവർക്കുള്ള ഞങ്ങൾ കുട്ടികൾ കഴിച്ച് കഴിഞ്ഞിട്ട് കാച്ചുള്ളൂ. പപ്പടമാണ് പറഞ്ഞാൽ കോഴിമുട്ടയാണ് പറഞ്ഞു വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യാം. എല്ലാവരും വിചാരിക്കും ഇത് എന്താ എച്ചികളാണ് വിചാരിക്കും. എച്ചികളായിട്ടല്ല കേട്ടോ. നമ്മളെന്താ പറഞ്ഞു വെച്ചാൽ, കാരണം വലിയൊരു പണിക്ക് പോകണതല്ലേ, പെണ്ണുങ്ങൾക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് ഇവിടെ അമ്മ ശീലിപ്പിച്ചതാണ് അല്ലേ സുനി? വെച്ചുണ്ടാക്കുമ്പോ അത് ഇത് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നത് അത്ര ശരിയല്ല. എൻ്റെ അടുത്ത് നാളെ ഒരു ചേച്ചി ചോദിച്ചിരുന്നു എന്നെ കണ്ടപ്പോഴേ, പ്രസി ഞങ്ങൾക്ക് 2 കുറ്റി പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ 2-3 കുറ്റി പുട്ടുണ്ടാക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എത്രയേ പണിയാണ് തോന്നുന്നുണ്ട്. പ്രസി ഇത്ര ആൾക്കാർക്ക് പുട്ടും ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ, ഇത്ര സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നാറുണ്ട്. അതങ്ങനെ അത് ശീലമായി അങ്ങോട്ട് ശീലാവൂലേ. കഞ്ഞി വെള്ളമല്ല കൊടുക്കണ്ട, ചോറ് കൊടുക്കേ, എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, അങ്ങനെ ചെയ്യേ. വിളമ്പല്ലേ ഒക്കെ അങ്ങോട്ട് കൊലായിക്കൊണ്ടിരിക്കാം. എല്ലാവരും കൊലയിലിരുന്ന് കഴിച്ചോട്ടെ. ഓരോരുത്തർ ഉപ്പിട്ടിട്ട് കൊണ്ട് ചമ്മന്തി അവിടെ ഓരോ പാത്രം കൊടുക്കും. അതന്നെ മേമപ്പം ചെയ്തത് അങ്ങനെയാണ്. ഞാനപ്പോൾ അത് വയറ് നിറച്ച് ആവില്ലല്ലോ വിചാരിച്ചു. എന്നാ എവിടെ കുട്ടികളൊക്കെ അവിടെ പോയി? അതെ കുറച്ചേ ഉള്ളൂ ഏട്ടാ. ഇപ്പൊ ഉപ്പിട്. അമ്മു അച്ചു അമ്മക്ക് പേര് കൂടി എന്നെന്താ ചെയ്യുന്നു? അമ്മ ഇടയ്ക്ക് ഇവിടെ നീ സ്കൂളിൽ പോവാ അവള് വിളിക്കാണ് അമ്മോ. നീ എന്തിനാ കുഞ്ഞിനെ വിളിക്കണ്ട്? പൊന്നൂശേ വിളിക്കണേ. അപ്പോഴേ നമ്മുടെ വിശേഷം നിർത്തുകട്ടെ. നീ ഇതൊക്കെ ഒന്ന് ഉടച്ച് വെക്കണം കേട്ടോ. ഇത് നീ നാളെ ചീന കാണിച്ചു തരാം കേട്ടോ, ഒരു വീഡിയോ ആയിട്ട്. എന്താ വരട്ടണത്, നെയ്യൊക്കെ വാങ്ങിയിട്ട്. എന്താ ചമ്മന്തി. അപ്പൊ നമ്മുടെ വിശേഷം നിർത്തണു കേട്ടോ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. പറഞ്ഞ നാളെ കാണാ. ടാറ്റാ ബൈ ബൈ സീ യു പറയേ. പൊന്നൂസ് പറയാൻ വേണ്ടിയിട്ട് വല്യമ്മ ടാറ്റ